ഹലോ, എല്ലാവർക്കും നക്ഷത്ര കൂടാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉരുവീനെ വെച്ചിട്ട് എനിക്ക് വീട്ടിൽ ചെയ്യാൻ പോകുന്ന ഹൗസ് ഹോൾഡ് വർക്ക്സ് എത്രത്തോളം എനിക്ക് തീർക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീട്ടിൽ ഒരുപാട് എല്ലാ അമ്മമാർക്കും അറിയാം, നമുക്ക് കുഞ്ഞുങ്ങളെ വെച്ചിട്ട് പണിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലെ. ഐറ്റങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചോറുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഐറ്റങ്ങളെ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ പണിയെടുക്കാൻ പറ്റും? പാടായിരിക്കും. ഒറ്റ കൈ കൊണ്ടൊക്കെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്താ പറയാ, ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കുക അയ്യോ എങ്ങനെയാ ഒറ്റ കൈ കൊണ്ടൊക്കെ ചെയ്യുക. പക്ഷെ പിന്നെ അത് പ്രാക്ടീസ് ആയി പോകും. പിന്നെ ഒറ്റ കൈ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അവളെ വെച്ചുകൊണ്ട് ജോലി ചെയ്യുന്നതും അവൾ ഉറങ്ങുമ്പം ജോലി ചെയ്യുന്നതും അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആവുമ്പോൾ നമുക്കറിയാലോ, ആകെ ബെഡും പരിസരമൊക്കെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത് കിടന്ന സ്ഥലം വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പു താഴെ കിടക്കാറ്, ഞാൻ മേലെ കിടക്കാറ്. അയ്യോ, എണിറ്റുണ്ട്, ഒരാൾ എണിറ്റുണ്ട്. അപ്പം ഇതൊക്കെ ഒതുക്കണം. ഇത് അപ്പുവിന്റെ പണിയാണ്. അപ്പുവാണ് ഇവിടെ കിടക്കുന്നത്. മേലെ അവൾക്ക് കുഞ്ഞിന് കുറേ സ്ഥലം വേണ്ട കാരണം ഞാനും അവളും കൂടെ കട്ടിൽ കിടക്കും, അപ്പു തറയിൽ കിടക്കും. അവന് തറ കിടന്നാണ് ശീലം. വേറൊരു ചാലഞ്ച് ഇതാണ് ഇപ്പോഴത്തെ ചലഞ്ച്. കുട്ടി എണീറ്റു. അപ്പൊ ഇതിനെ വെച്ചിട്ട് വേണം ഞാൻ ഇതൊക്കെ ചെയ്യാനായിട്ട്. ലഡി ലഡി പിന്നെ അത് അവളുടെ നൈറ്റ് ഡ്രസ്സ് ഇപ്പം അഴിച്ചു മാറ്റിയതാണ്. അതും പിന്നെ അവളുടെ കുറച്ച് ഡ്രസ്സുകളും ഉണ്ട്. പിന്നെ മുടി വൻ കൊഴിച്ചിലാണ്, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്നെല്ലാം കണ്ടപ്പോൾ. ഫുൾ മുടിയാണ്. പോരാ തന്നെ അവൾ പിച്ചി പറിക്കും ചെയ്യും. അതൊക്കെ ഇനി അടിച്ചു വരണം. അതിന് മുന്നേ ഞാൻ അതൊക്കെ കൊണ്ടുപോയി ലോണ്ടറി ബാസ്ക്കറ്റിൽ ഇടാൻ. ഇത് ഇവളുടേതായിട്ട് ഉള്ള ഒരു ലോണ്ടറി ബാഗാണ്. ഇത് എൻ്റെ പിന്നെ അപ്പൂൻ്റെ അകത്തുണ്ട്. ഇനി ഈ വിരിച്ച പായൊക്കെ ഞാൻ മടക്കി വയ്ക്കാൻ പോവാണ്. നമ്മൾ ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ, അതായത് നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്ന ശീലങ്ങളാണ് ഭാവിയിൽ ഉണ്ടാവുകയെന്ന്. ഈ കടന്നെണീറ്റ് പോകുന്ന സ്ഥലം വൃത്തിയാക്കുക എന്നുള്ള ചെറുതിലേ പഠിക്കുന്ന ഒരു ശീലമാണ്. ഇന്ന് ഫുൾ ഞാൻ ക്ലീനിങ് ഡേ ആണ്. ക്ലീനിങ് ഡേ. എനിക്ക് എല്ലാ ദിവസവും ഞായറാഴ്ചയാണല്ലോ. എല്ലാ ദിവസവും ഞായറാഴ്ച പോലെ തന്നെയല്ലേ. അപ്പൊ ജോലിക്ക് പോകണല്ലോ. ജോലിക്ക് പോകണ്ടെങ്കിൽ അല്ലേ ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഈ കടന്ന പായൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അപ്പു ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കും, പക്ഷെ അപ്പു ചെയ്യില്ല. എല്ലാരും അവർക്ക് തനി സ്വഭാവം എന്താന്ന്. അപ്പൊ നമ്മള് പായൊക്കെ മടക്കി, ഈ ബെഡ്ഷീറ്റ്സ് ഒക്കെ നമുക്ക് മടക്കി വെക്കാം. ബെഡ് നമുക്ക് ക്ലീൻ ആക്കാം. എന്താ ചെയ്യാൻ വന്നാലും വരി എരിഞ്ഞ് കയറി കെട്ടിയാൻ. ഈ തലോണകൾ എത്ര അധികം എന്തിനാന്ന് മനസ്സിലായോ? അല്ല, നീ കിടക്കാനല്ല. ഇത് കുട്ടി ഇങ്ങനെ നിരങ്ങി പോവും. അപ്പൊ അവൾക്ക് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മതില് പോലെ ഇങ്ങനെ വെക്കാണ് ഞങ്ങള്. അല്ലെങ്കിൽ അവള് ഉരുണ്ട് കളിക്കും. അതാണ് ഇത്ര അധികം തലേണ. നമ്മൾ തലേണൊക്കെ അടുക്കി വെക്കണം. ഇവിടെയാണ് ഞാൻ അവളുടെ സാധനങ്ങള്, മരുന്നും പിന്നെ എണ്ണ ഒക്കെ വെക്കുക. അവിടെ തന്നെ നമുക്ക് ഇതും വെക്കാം. എന്താ അറിയില്ല, ഡെലിവറിക്ക് ശേഷം എനിക്ക് ഭയങ്കര ഒബ്സഷൻ, എല്ലാം ഓർഗനൈസ്ഡ് ആവണമെന്ന്. അതാവുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇവിടെ എല്ലാവർക്കും പനിയും ചുമക്കായിരുന്നു. അപ്പം ഒത്തിരി ഗുളികയൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് കളയാം. മിണ്ടാരി വീഡിയോ എടുക്കണേ കാണുന്നില്ലേ? ഇത് മാത്രല്ല ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ കളയാൻ പോവാണ് ഞാന്. ഞാൻ രാവിലെ തന്നെ ഇവിടെ ഗാർബേജ് ബിന്നിൽ ഇതൊക്കെ
കവറൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം വേണോ? വെള്ളം വേണോ? തുറന്നിട്ടാ. ഹലോ ചലോ കാർത്തിക്. ടോട്ടന് നാളെ പോയിട്ട് മേടിച്ചതാണിത്. രാത്രിയാകുമ്പോ കൊതു ഒരു വേറെ മതിട്ടൊരു കൊതു, ഒരു മെലിഞ്ഞിട്ടുള്ള അതിങ്ങനെ നിറച്ചു വരും. അപ്പൊ നമ്മൾ അടച്ചിടും. ഇനി ഒരു പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാം. ഒത്തിരി ബുക്സ് ഉണ്ടായിരുന്നു. അതിൽ ആവശ്യമില്ലാത്ത ബുക്സൊക്കെ ഞാൻ കളഞ്ഞു, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ബാക്കി ബുക്സ് ഇത് ഞാൻ ഇനി ആ ഷെൽഫിലേക്ക് വെക്കണം. അതാണ് ഇനി അടുത്ത പണി. ഇത് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ബുക്സൊക്കെ. ആ ഷെൽഫിൽ ഇനി അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കാം. എൻ്റെ സ്നേഹനിധിയായ അമ്മായി അമ്മ എനിക്ക് വേണ്ടി ക്യൂബ്സ് അല്ലേ ഇത്, മുറിച്ച് കൊണ്ടു തന്നതാണ് പപ്പായ. നല്ല കാലാവസ്ഥ, വെളിയിൽ കുട്ടി കളിക്കുന്നു കച്ചറയില്ലാതെ. ശാന്തസുന്ദരമായ ദിവസം. വേണ്ടപ്പൂ, മതി 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 മതി. വയറ് എനിക്കതിന് ഇഷ്ടായാ ണ്ടല്ലോ. നല്ല മധുരം. നല്ല മധുരം ഉണ്ടല്ലേ, സൂപ്പറായിണ്ട്. തലോണ കവർ ഒന്ന് കഴുകിയിടണം. അപ്പം ഒരു കുറച്ചായിട്ട് നമുക്ക് കഴുകിയിടാം. കുരുവി, നമ്മൾ തുണി ഇടുക മെഷീനില്. ഓ, നമ്മുടെ ഇതിലിടുക. ഞങ്ങൾ ഒരുമിച്ചാണ് ഡ്രസ്സ് അലക്കാടാൻ പോണത് അല്ലേ കുരുവിയെ? ഓക്കെ പറ. ഓക്കെ, so let's begin. ആദ്യം നമുക്ക് ഈ വിരി ഒരു വിരി ഉണ്ട്, അല്ല 2 വിരി ഉണ്ട്. ഒരു കൈ കൊണ്ട് ചെയ്യണ കാരണം നമുക്ക് കുറച്ചൊരു പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. 2 തലയണ കവർ ഇട്ടു. Again a blanket. And again a blanket. എനിക്ക് ഏറ്റവും കണ്ടുകൂടാത്ത പണിയാണ് ഈ തുണി തിരുമ്പുക എന്നുള്ളത്. ഈ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പാത്രം കഴുകാൻ എനിക്ക് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഇത് പറ്റില്ല. ഇനി ഉണങ്ങിയ തുണിയൊക്കെ എടുക്കാന്നുള്ള പണിയാണ്. അത് ഞാൻ ഇവളെ വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കുട്ടി ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കൂല. അപ്പോ കുരുവ ഉണ്ടല്ലേ നല്ല മിടുക്കിയായിട്ടിരിക്കണ. ഒരലമ്പുണ്ടാക്കാണ്ട് അവള് തോരിട്ട് എടുക്കണ വരെ വെയിറ്റ് ചെയ്യും. നേരത്തെ തുണിയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇനി അതൊക്കെ എടുത്തിട്ട് പിന്നെയും തോരാടണം. ഇതിന്റെ പണിയുള്ളൂ കേട്ടോ. എടുക്കുക പിന്നെ ഇടുക, എടുക്കുക പിന്നെ ഇടുക, ഇതിന്റെ പണി. ഇനി അതൊക്കെ കൊണ്ടുപോയിട്ട് വിരിച്ചിടാം നമുക്ക്. ഫ്ലാറ്റ്സിലാവുമ്പോൾ ഇപ്പോൾ ടെറസൊന്നുമില്ല ഫ്ലാറ്റ്സിൽ. അത് കാരണം നമ്മൾ ഈ ബാൽക്കണിയിൽ വേണം ഇടാനായിട്ട്. 3 പോർട്ടിക്കോ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പം 2 പോർട്ടികളിൽ ഞങ്ങൾ തിരുമ്പിടും. ഇപ്പോഴേ ഞാൻ ആലോചിച്ച ചെറുതിന് കുറച്ച് വെള്ളം കൊടുക്കാണ്. ചെറുതേ വാ, വെള്ളം കുടിയാം. ഇപ്പം അത്ര വൃത്തിയിലൊന്നും മടക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ കുറച്ച് അലമ്പായിട്ടാണ് മടക്കുന്നത്.
എല്ലാം മടക്കി കഴിയണവരെ അവള് അടങ്ങിയിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയാൻ പാടില്ല, മടിയിലിട്ടവൾ അടങ്ങിയിരുന്നോളും. ഇതൊക്കെ മടക്കിയിട്ട് ഇനി ഷെൽഫിനകത്ത് കയറ്റി വെക്കണം. എനിക്ക് വല്ലാതെ ചൂടെടുത്തു. അപ്പം ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചത്. പുറത്ത് ജനലൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പം ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പം ഞാൻ എന്താ കുളിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ഇനിയും പണിയുണ്ട്, അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഓഫീസിലത്തെ കുറച്ച് വർക്ക്സും ചെയ്യാനുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടെടുത്തു. ഭയങ്കര ചൂടെടുത്തപ്പോൾ ഞാൻ കുളിച്ചു. ഇപ്പോൾ അവൾ ഉറങ്ങുകയാണ്. അപ്പം ഉറങ്ങണ നേരത്ത് വേണം എന്തെങ്കിലുമൊക്കെ ഓഫീസിലുള്ള പണി ചെയ്യാനായിട്ട്. അപ്പം ഞാൻ വേഗം മുടി ഉണക്കിയിട്ട് പണിയെടുക്കാൻ പോവാം. അപ്പോൾ അവൾ എണീക്കണതിന് മുമ്പേക്ക് കുറച്ച് പണിയുണ്ട് ചെയ്യാനായിട്ട്. പിന്നെ ഈ പണി കഴിഞ്ഞിട്ട് വേണം അടുത്ത പണിയിലേക്ക് കിടക്കാൻ. അടിച്ച് വരാണ്ട് തുടയ്ക്കാണ്ട് അവൾക്ക് അടുത്ത ഫുഡ് ഉണ്ടാക്കണം. അപ്പം ആദ്യം ഞാൻ ഈ പണി ചെയ്തിട്ട് വരാം. ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട്. അത്രയ്ക്കില്ല, സാധാരണത്തെ അത്ര ഇല്ല. 2-3 പാത്രങ്ങൾ തന്നെയുള്ളൂ കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു ഞാൻ. അപ്പോൾ അവൾ എണീക്കും കേട്ടോ. ഒരു 10 മിനിറ്റിനുള്ളിൽ അവൾ എണീക്കും. ഇനി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം. രാവിലെ വിചാരിക്കുന്നത് മാറ്റാനായിട്ട്. പില്ലോ കവറൊക്കെ മാറ്റാനുണ്ട്. ഈ പണ്ട് എല്ലാവർക്കും ഈ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ച് അതിനെ മേലെ കയറിയിട്ട് നിരങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ നല്ല വൃത്തിയിലൊക്കെ വിരിച്ചിട്ട് പോവും. എന്നിട്ട് എല്ലാവരുമായിട്ട് മുകളിൽ കയറിയിട്ട് നിരങ്ങും. അതാണ്ടവർ. പില്ലോ കവർ മാറ്റണം. ഒരു 100 പില്ലോ ഉണ്ട് കേട്ടോ, അവൾ വീഴാണ്ടിരിക്കാൻ വെക്കുന്നതേ. ഇനി ഞാനൊന്ന് അടിച്ചു വാരി തുടയ്ക്കാൻ പോവാണ്. ഹോൾ അടിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സമയമില്ല. റൂം മാത്രം അടിച്ചു വരാൻ പോവാണ്. അപ്പോൾ അടിച്ചു വാരി ഇതാ കൂട്ടി വാരാണ്. കുരുവി എണീറ്റുണ്ട്, പക്ഷേ ആ ചിമ്മയുടെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്കിനി തുടയ്ക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ ലൈസോൾ കുറച്ച് ചുറ്റിച്ച് കൊടുക്കുകയാണ്. അവൾ കുറച്ച് നേരമൊക്കെ ഇരിക്കുകയാണെന്ന് കഴിഞ്ഞാൽ അപ്പോഴായിരുന്നു ഒരു നിലവിളി ശബ്ദം കേട്ടത്. അപ്പോൾ തന്നെ ഞാൻ പോയി അതിനെടുത്തു, അല്ലെങ്കിൽ ഫുൾ അലമ്പാക്കും. അപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് തന്നെ കാലുകൊണ്ടൊക്കെ നീക്കേണ്ട അവസ്ഥയാണ്. ചെയറൊക്കെ പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ലാന്നല്ലേ പറയുക. അപ്പോൾ പിന്നെ ഇതൊക്കെ നമുക്ക് എന്ത്. എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ട് റൂമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തൊരു മനോഹരമായിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ എൻ്റെ ലാസ്റ്റ് പണി, ഇതിനെ കടത്തി ഉറക്കുക എന്നുള്ളത്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ പറ. ബൈ പറ.